ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഡ്രഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരുന്നു. ആ അസുഖത്തിനെ ക്യൂർ ചെയ്യാനായിട്ട് നമ്മളൊരു ഡ്രഗിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ റാഷണൽ ഡ്രഗ് ഡിസൈൻ അല്ലെങ്കിൽ റാഷണൽ ഡിസൈൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻവെൻറ്റീവ് പ്രോസസ് ഓഫ് ഫൈൻഡിങ് ന്യൂ മെഡിക്കേഷൻ അഗൈൻസ്റ്റ് എ ഡിസീസ്ഡ് കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഡിഫക്റ്റീവായിട്ടുള്ള ബയോമോളിക്യൂൾ, അതൊരു പ്രോട്ടീൻ ആവാം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിക് ആസിഡ് ആവാം. ആ ഡിഫക്റ്റീവായിട്ടുള്ള ബയോമോളിക്യൂളിനെ ക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മറ്റ് സ്മോൾ ഓർഗാനിക് മോളിക്യൂളിനെയാണ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗും ഓർഗാനിക് മോളിക്യൂളാണ്. ഈ ഓർഗാനിക് മോളിക്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഡിഫക്റ്റീവായിട്ടുള്ള മറ്റേതോ ഒരു ബയോമോളിക്യൂൾസിൻ്റെ ആ ഡിഫക്റ്റീവ്നെസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ആ ഡിഫക്റ്റീവ്നെസ് കൊണ്ടുണ്ടായ ഡിസീസ്ഡ് കണ്ടീഷൻ നമുക്ക് ക്യൂർ ചെയ്ത് നമുക്ക് ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബയോമോളിക്യൂൾസിനെ അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് ഡ്രഗ് എന്ന്. അപ്പോൾ ഡ്രഗ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മോളിക്യൂളാണ്, സ്മോൾ ഓർഗാനിക് മോളിക്യൂളാണ്. ഈ ഓർഗാനിക് മോളിക്യൂളിന് എന്തിനു പറ്റുന്നു? നമ്മുടെ ശരീരത്തിലെ ബയോമോളിക്യൂൾസിനുണ്ടായിട്ടുള്ള ഡിഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം അങ്ങനെ സഹായിക്കുന്ന മോളിക്യൂൾസിനെയാണ് ഡ്രഗ് എന്ന് പറയുന്നത്. Drug is most commonly an organic small molecule that activates or inhibits the function of biomolecules such as protein, which in turn result in a therapeutic benefit to the patient. Next is computer aided drug designing. Computer aided drug designing കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡ്രഗ് ഡിസൈനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒത്തിരിയും സമയം, ഒത്തിരിയും പണം, ഒത്തിരി ആൾക്കാരുടെ എഫേർട്ട്, ഇതൊക്കെ വേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രഗ് ഡിസൈനിങ്ങിലെ പ്രോസസ്സുകളെ എളുപ്പമാക്കാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ടൂളുകൾ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ഡ്രഗ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ് ഡിസൈനിങ്ങിൽ സാധാരണ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ ബയോമോളിക്യൂൾസ്, ഡിഫക്റ്റീവ് ആവുന്ന ബയോമോളിക്യൂൾസിനെ നമുക്ക് ടാർഗറ്റ് എന്ന് പറയും. ആ ടാർഗറ്റുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഷേപ്പും ചാർജും ഒക്കെ വരുന്ന ബയോമോളിക്യൂൾസിനെയാണ് നമ്മൾ ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഇവ തമ്മിൽ എത്രത്തോളം കൺഫർമേഷണൽ സിമിലാരിറ്റി ഉണ്ട്, കോംപ്ലിമെൻ്ററി ആണോ, രണ്ടുപേരൂടെ ബൈൻഡ് ചെയ്യാനുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സസ് അവ തമ്മിലുണ്ടോ, ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ ഡോക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്സിൻ്റെ ബേസിൽ അതിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഡ്രഗിനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളതിനെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നു. Drug designing involves the design of molecules that are complementary in shape and charge to the biomolecular target with which they interact so that they can bind to it. Drug designing frequently relies on computer modeling techniques. This type of modeling is sometimes referred to as computer-aided drug designing. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ടാർഗറ്റ്. ഡ്രഗ് എന്താണ്, ഡ്രഗ് ടാർഗറ്റ് എന്താണ്? ഡ്രഗ് ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ ഡിഫക്റ്റീവ് ആകുന്ന ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്, അതാണ് ഡ്രഗ് ടാർഗറ്റ്. അപ്പോൾ അത് ഡിഫക്റ്റീവ് ആവുന്നത് മൂലം നമുക്കൊരു ഡിസീസ്ഡ് കണ്ടീഷൻ ഉണ്ടാകുന്നു. ആ ഡിസീസ്ഡ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്, ക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കുന്ന മറ്റൊരു ഓർഗാനിക് മോളിക്യൂളാണ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡ്രഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് അതൊരു പർട്ടിക്കുലർ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും മെറ്റബോളിക് പാത്വേയുടെയോ അല്ലെങ്കിൽ സിഗ്നലിംഗ് പാത്വേയിലെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. പക്ഷേ അതിൻ്റെ ഏതോ ഒരു ഡിഫക്റ്റീവ്നെസ് മൂലം അല്ലെങ്കിൽ അതിനുണ്ടായ ഏതെങ്കിലും ഒരു അപാകത മൂലം, അബ്നോർമാലിറ്റി മൂലം അതിപ്പോൾ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കപ്പെട്ടു. അപ്പോൾ അതിന് എഗനിസ്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന മറ്റു മോളിക്യൂളിനെയാണ് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്നുകിൽ ഡ്രഗ് കെമിക്കൽ സിന്തസിസ് വഴി നമുക്ക് സിന്തസൈസ് ചെയ്യാം അതിനെ, അല്ലെങ്കിൽ നമുക്കതിനെ ബയോളജിക്കലായിട്ട് ലാർജ് സ്കെയിലിൽ നമുക്ക്
പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഡ്രഗിന് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു ഓഫ് ടാർജറ്റ് മോളിക്യൂളിനെ, അതായത് ടാർജറ്റ് അല്ലാത്ത ഡിഫക്റ്റീവ് അല്ലാത്ത ഒരു സാധനത്തിനെയും പോയി ബൈൻഡ് ചെയ്ത് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഓഫ് ടാർജറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ടാർജറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിലൊന്നും ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യാൻ പാടില്ല. അൺഡിസൈറബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഈ ഡ്രഗ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡ്രഗായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന സ്മോൾ മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു. ആ സ്മോൾ മോളിക്യൂൾസ് ചിലപ്പം എൻസൈം ആക്ടിവേറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ അയോൺ ചാനൽ ഓപ്പണേഴ്സ് ആവാം, അതുപോലെ തന്നെ ബ്ലോക്കേഴ്സ്. ഇതെല്ലാം തന്നെ നമുക്ക് ഡ്രഗ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഗണത്തിൽ വരുന്ന സ്മോൾ മോളിക്യൂൾസ് ആണ് ഈ പറഞ്ഞ ഈ എൻസൈം ആക്ടിവേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ്, അയോൺ ചാനൽ ഓപ്പണേഴ്സ്, ബ്ലോക്കേഴ്സ്. ഇതിനൊക്കെ നമുക്ക് ഡ്രഗ്സ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം. ഇനി ഡ്രഗ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ടാർജറ്റിൻ്റെ ഷേപ്പുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കണം, അതിൻ്റെ ചാർജുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കണം, അതിൽ ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ ഡ്രഗായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡ്രഗ് എന്താണ്, ടാർജറ്റ് എന്താണെന്ന് പറഞ്ഞു. ഡ്രഗ് ടാർജറ്റിലുണ്ടാവുന്ന കേടുപാടുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് ഡ്രഗ്. ടാർജറ്റിലേക്ക് ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ ബൈൻഡിങ് എന്തായിരിക്കണം, കോംപ്ലിമെൻ്ററി ആയിരിക്കണം. അതുപോലെ തന്നെ അത് ചാർജ് വൈസ് ആയിരിക്കും ഒരുപക്ഷെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ഓഫ് ടാർജറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഡ്രഗ് അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ അൺഡിസൈറബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഡ്രഗ് ഉണ്ടാക്കാനും പാടില്ല. റാഷണൽ ഡ്രഗ് ഡിസ്കവറി. അപ്പോൾ കൺവെൻഷണലായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മളൊരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ആൾക്കാരുടെ ഒത്തിരിയും നാളത്തെ പ്രയത്നമായിരിക്കും, ഒത്തിരിയും ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ ഒത്തിരിയും പൈസയുടെ ചിലവുണ്ട്. ചിലപ്പോൾ 6-7 വർഷം കൊണ്ടായിരിക്കും ഒരു ഡ്രഗ് പുതിയതായിട്ട് കണ്ടുപിടിച്ച് അതൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും നാളത്തെ ഒരു എഫേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഒത്തിരിയേറെ കൾച്ചേർഡ് ആനിമൽസിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഹ്യൂമൻസിലേക്ക് ആ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് വഴിയായിരിക്കും ഒരു ഡ്രഗ് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം എന്നാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ് ആകുമ്പോഴത്തേക്കിന് ഈ ഒരു ഇത്രയും കൺവെൻഷണൽ ഡ്രഗ് ഡിസൈനിങ്ങിലുള്ള പോരായ്മകൾ, ഇത്രയും വർഷത്തെ നീണ്ട എക്സ്പെരിമെൻ്റൽ ഇത് ഒത്തിരിയേറെ ആനിമൽസിൽ അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് നോക്കുക, ഇതൊക്കെ നമുക്ക് ഒത്തിരിയേറെ സ്റ്റെപ്പുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ടൈം നമുക്ക് ഒത്തിരിയേറെ ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു ഡ്രഗിനെ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ടാർജറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് ഈ ടാർജറ്റിൽ എന്തെങ്കിലും ഒരു മോഡുലേഷൻ, ഒരു ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസ് അതൊരു മോഡിഫൈ ചെയ്തിട്ട് ഡിസീസ് ക്യൂറബിൾ ആകുമോ, അതുപോലെ തന്നെ ഈ ടാർജറ്റ് ഡ്രഗബിൾ ആണോ എന്ന് വെച്ചാൽ ടാർജറ്റിന് ഒരു ഡ്രഗിനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ആ ബൈൻഡ് ചെയ്യുന്നത് മൂലം അതിനകത്തിൽ വന്നേക്കുന്ന ആ ഒരു ഡിഫക്റ്റീവ്നെസ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ടാർജറ്റ് അതിന് ഒരു മോഡുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ടാർജറ്റിന് ഏതെങ്കിലും ഒരു ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസീസ് കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ സംഭവിക്കുമോ. സെക്കൻഡ് അറിയേണ്ടത് ഈ ഡ്രഗിലേക്ക് ടാർജറ്റ് വന്ന് ബൈൻഡ് ചെയ്യാൻ ഡ്രഗ് കേപ്പബിൾ ആണോ, ആ ഡ്രഗിന് ഒരു ടാർജറ്റിനെ ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനുള്ള ഒരു മോളിക്യൂളാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അപ്പം നമ്മളൊരു സ്യൂട്ടബിളായിട്ടുള്ള ടാർജറ്റ് ഇതാണ്, ഈ പ്രോട്ടീൻ്റെ ഡിഫക്റ്റീവ്നെസ് മൂലമാണ് ഈ ഡിസീസ് ഉണ്ടായത്, ഈ പ്രോട്ടീനിലേക്ക് നമുക്ക് ഡ്രഗിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫക്റ്റീവ്നെസ് മാറ്റാൻ ഡ്രഗിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്ന് നമ്മൾ അറിഞ്ഞ് ആ സ്യൂട്ടബിൾ ടാർജറ്റിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ ക്ലോൺ ചെയ്യണം, അതിനെ ആദ്യം സെപ്പറേറ്റ് ചെയ്യണം, പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്യണം, അത് ക്ലോൺ ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസ് അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് പല ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അനാലിസിസിനും ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ടാർജറ്റ് നമ്മൾ പല അനാലിസിസിനും വിധേയമാക്കി അതിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മളൊരു ഡ്രഗ് ഡിസ്കവറിയിലേക്ക്
പോകുന്നത്. അപ്പോൾ ഡ്രഗ് ഡിസ്കവറിയുടെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ഡിഫക്റ്റീവായിട്ടുള്ള ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡ്രഗബിൾ ആണോ എന്ന് കണ്ടെത്തി അതിനെ പ്യൂരിഫൈ ചെയ്ത് ക്ലോൺ ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഇനി ഒരു ഡ്രഗ് ഡിസൈനിങ്ങിലെ ഫണ്ടമെൻ്റൽ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു whether a given molecule will bind to a target and if it is binding then how strongly it can bind. ഇനി നമുക്ക് ഡ്രഗിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ടാർഗറ്റ് നമ്മൾ ഓൾറെഡി പ്യൂരിഫൈ ചെയ്ത് വെച്ചു. ഇനി ഈ ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മോളിക്യൂൾസിന് ബൈൻഡ് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡ്രഗിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മോളിക്യൂളിന് ചിലപ്പോൾ ഒരു ടാർഗറ്റുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏത് മോളിക്യൂളാണ് കറക്റ്റായിട്ട് കൺഫർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് സ്ട്രെങ്തിൽ വന്ന് ഈ ഡ്രഗുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയോ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും ഡ്രഗിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എസ്റ്റിമേഷൻ എത്രത്തോളം സ്ട്രെങ്തിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മോളിക്കുലർ മെക്കാനിക്സ് അല്ലെങ്കിൽ മോളിക്കുലർ ഡൈനാമിക്സ് വഴിയാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്മോൾ മോളിക്യൂൾ ആൻഡ് ഇസ് ബയോളജിക്കൽ ടാർഗറ്റ്. സ്മോൾ മോളിക്യൂളായിട്ടുള്ള ഡ്രഗും അതിൻ്റെ ബയോളജിക്കൽ ടാർഗറ്റും തമ്മിലുണ്ടാവുന്ന ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോളിക്കുലർ മെക്കാനിക്സും മോളിക്കുലർ ഡൈനാമിക്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ദീസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ കൺഫർമേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾ ആൻഡ് ടു മോഡൽ ദ കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻ ദ ടാർഗറ്റ് ദാറ്റ് മേ ഒക്കർ വെൻ ദ സ്മോൾ മോളിക്യൂൾ ബൈൻഡ് ടു ഇറ്റ്. സ്മോൾ മോളിക്യൂളിൻ്റെ കൺഫർമേഷൻ അതായത് ഡ്രഗിൻ്റെ കൺഫർമേഷൻ പ്രഡിക്റ്റ് ചെയ്യാനും ഡ്രഗ് വന്ന് ടാർഗറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ടാർഗറ്റിൽ ഉണ്ടാകുന്ന കൺഫർമേഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും ഈ മെത്തേഡ്സ് അതായത് മോളിക്കുലർ മെക്കാനിക്സും മോളിക്കുലർ ഡൈനാമിക്സും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ മോളിക്കുലർ മെക്കാനിക്സും മോളിക്കുലർ ഡൈനാമിക്സ് പോലെയുള്ള എസ്റ്റിമേഷൻ മെത്തേഡ്സ് വഴി നമുക്ക് രണ്ട് ടാർഗറ്റും ഡ്രഗും തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഡ്രഗിൻ്റെ കൺഫർമേഷൻ അതിൻ്റെ 3D സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ ഡ്രഗ് വന്ന് ടാർഗറ്റിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റിൽ ഉണ്ടാകുന്ന കൺഫർമേഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഡ്രഗ് ഡിസൈനിങ്. അപ്പം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈൻ. അതിലാദ്യത്തേത് ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് ആണ്. അതിനെ ഇൻഡയറക്റ്റ് ഡ്രഗ് ഡിസൈനിങ് എന്നാണ് പറയുന്നത്. LBDD എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിഗാൻഡിൻ്റെ അതായത് ലിഗാൻഡ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഡ്രഗിനെയാണ്. ഡ്രഗിൻ്റെ സ്ട്രക്ചർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും നമുക്ക് ടാർഗറ്റ് മോളിക്യൂളിൻ്റെ 3D സ്ട്രക്ചർ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈൻ എന്ന് പറയാൻ കാരണം തന്നെ ലിഗാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രഗാണ്. അപ്പോൾ ഡ്രഗ് അല്ലെങ്കിൽ ഈ ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ഏത് മോളിക്യൂളിനെയും നമുക്ക് ലിഗാൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോളിക്യൂളാണ് ഡ്രഗ്. അപ്പോൾ ഒരു ലിഗാൻഡിൻ്റെ സ്ട്രക്ചർ അതായത് ടാർഗറ്റിൻ്റെ 3D സ്ട്രക്ചറിനെ പറ്റി ഇൻഫർമേഷൻ നമുക്ക് കുറവായിരിക്കും. പക്ഷേ ആ 3D ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ in ligand based drug designing the 3D structure of the target protein is not known but the knowledge of ligand which bind to the desired target site is known. ടാർഗറ്റ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡിൻ്റെ സ്ട്രക്ചറിനെ പറ്റി അറിവുണ്ടായിരിക്കും. These ligand can be used to develop a pharmacophore model or molecule which possess all necessary structural features for bind to a target active site. അപ്പോൾ ആ ടാർഗറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡ്രഗ് മോളിക്യൂളിനെ ഈ ലിഗാൻഡിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത ടാർഗറ്റിൻ്റെ 3D സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവിടെ കാണത്തില്ല. മറിച്ച് ടാർഗറ്റിൻ്റെ
സൈറ്റിൽ വന്ന് ബൈറ്റ് ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡിൻ്റെ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ഡ്രഗിനെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലിഗാൻഡ് ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്. സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ടാർഗറ്റിൻ്റെ 3D സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് ഡ്രഗ് ഡിസൈനിങ് മെത്തേഡാണ്. അപ്പം ഈ ഡയറക്റ്റ് ഡ്രഗ് ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു. ടാർഗറ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ടാർഗറ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി അതുപോലെ NMR സ്പെക്ട്രോസ്കോപ്പി വഴിയൊക്കെ നമുക്ക് ആ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പം ടാർഗറ്റിൻ്റെ സ്ട്രക്ചർ ഇനി അഥവാ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും ടാർഗറ്റുമായിട്ട് അനലോഗസ് ആയിട്ടുള്ള പ്രോട്ടീനുകളുടെ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് ടാർഗറ്റിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ യൂസിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ബയോളജിക്കൽ ടാർഗറ്റിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഡ്രഗ്സിനെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ്സിൻ്റെ സ്ട്രക്ചർ നമുക്ക് അതിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി വെച്ചും സെലക്ടിവിറ്റി വെച്ചും ഒക്കെ നമുക്ക് ഗ്രാഫിക്സിൻ്റെ അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്ങിൽ നമുക്ക് ടാർഗറ്റിൻ്റെ 3D സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി NMR സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള മെത്തേഡ്സ് വെച്ച് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രഗിൻ്റെ 3D സ്ട്രക്ചർ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ കൺഫർമേഷൻ ബൈൻഡിങ് സൈറ്റ് കൺഫർമേഷൻ നമുക്ക് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സും ഗ്രാഫിക്സും ഒക്കെ വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി ടാർഗറ്റിൻ്റെ സ്ട്രക്ചർ അറിയത്തില്ലെങ്കിൽ പോലും ടാർഗറ്റിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഹോമോലോഗി അല്ലെങ്കിൽ അനലോഗസ് ആയിട്ട് വരുന്ന മറ്റ് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ടാർഗറ്റിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി ഡ്രഗിൻ്റെ സ്ട്രക്ചർ നമുക്ക് മോഡൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നതിനെ ഡയറക്റ്റ് ഡ്രഗ് ഡിസൈനിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ് ആണ്. സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്ങിൽ മെയിനായിട്ട് 3 കാറ്റഗറിയാണുള്ളത്. വെർച്വൽ സ്ക്രീനിങ്, ഡിനോവോ ഡിസൈൻ ഓഫ് ന്യൂ ലിഗാൻഡ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒരു ഒപ്റ്റിമൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ വെർച്വൽ സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the first method is the identification of new ligands for a given receptor by searching large database of 3D structures or small molecule to find those fitting the binding pocket of the receptor using fast appropriate docking programs. അതായത് വെർച്വൽ സ്ക്രീനിങ്ങിൽ നമ്മൾ പുതിയ ലിഗാൻഡ് അല്ലെങ്കിൽ ഡ്രഗിനെ തന്നെ നമ്മൾ ലീഡ് കോമ്പൗണ്ട്സ് എന്നും പറയാറുണ്ട്. അപ്പം നമ്മൾ ഈ സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്ങിൻ്റെ ഫസ്റ്റ് പെക്യുലാരിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമുക്ക് 3D സ്ട്രക്ചർ ഓഫ് ടാർഗറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ആ 3D സ്ട്രക്ചറിലേക്ക് ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ ഒരു ഡ്രഗിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രഗുകളുടെ ഒരു ടേബിളുണ്ട് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്നും ഈ ടാർഗറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗ് ഉണ്ടോ എന്നുള്ള അതിൻ്റെ സ്ട്രക്ചർ വെച്ച് നമ്മൾ ഒത്തുനോക്കും. അങ്ങനെ ഏതെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രഗുകളുടെ ഡേറ്റാബേസിൽ നിന്നും ചൂസ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് വെർച്വൽ സ്ക്രീനിങ്. അപ്പോൾ വെർച്വൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രഗുകളുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ പെർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നതിനെയാണ് വെർച്വൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിനോവോ ഡിസൈനിങ് ഓഫ് ന്യൂ ലിഗാൻഡ്. ഇതിൽ നമുക്ക് ഈ ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ആറ്റംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് വെച്ച് ലിങ്ക് ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിനോവോ ഡിസൈനിങ് ഓഫ് ന്യൂ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. In this method, ligand molecules are built up based on the binding pocket by assembling small pieces in stepwise manner.
ആൻഡ് ദീസ് പീസസ് ക്യാൻ ബി ഐദർ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്കുലർ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പം ഡിനോവോ സിന്തസിസ് മെത്തേഡിൽ നമ്മൾ പുതിയ ലിഗാൻഡുകളെ അല്ലെങ്കിൽ പുതിയ ഡ്രഗുകളെ നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പം 3D സ്ട്രക്ചർ നമുക്ക് ടാർജറ്റിൻ്റെ അറിയാം. ആ 3D സ്ട്രക്ചറിലേക്ക് ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡ്രഗുകളെ നമ്മൾ ചെറിയ ചെറിയ ആറ്റങ്ങളും മോളിക്യൂൾസും ഒക്കെ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിനോവോ ഡിസൈൻ ഓഫ് ന്യൂ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിൽ ഇല്ലാത്ത മോളിക്യൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ നോൺ ലിഗാൻഡ് ബൈ ഇവാലുവേറ്റിംഗ് പ്രൊപ്പോസ്ഡ് അനലോഗ് വിത്ത് ബൈൻഡിങ് ക്യാവിറ്റി. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് നമ്മളൊരു ഏറ്റവും മാക്സിമം അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. ബൈൻഡിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് അതിലേതെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി നമ്മളതിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ തേർഡ് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്ട്രക്ചർ ബേസ്ഡ് ഡ്രഗ് ഡിസൈനിങ്ങിൽ നമ്മളൊരു ഡ്രഗിനെ ചൂസ് ചെയ്യുന്നത് ഒന്നുകിൽ വെർച്വൽ സ്ക്രീനിങ് വഴി ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡിനോവോ ഡിസൈൻ വഴി നമുക്ക് പുതിയതായിട്ടൊരു ഡ്രഗിനെ ഡിസൈൻ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗിൽ നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തി നമുക്കതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി സ്റ്റെപ്സ് ഇൻ സ്ട്രക്ചർ ബേസ്ഡ് ഡിസൈൻ. സ്ട്രക്ചർ ബേസ്ഡ് ഡിസൈനിൽ ആദ്യത്തെ സ്റ്റെപ്പ് ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൂട്ടബിളായിട്ടുള്ള ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷന് കാരണമായ ടാർഗറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക, അതിന് ഡ്രഗബിൾ ആണോ എന്ന് നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. എന്നിട്ട് അതിനകത്തിലെ ബൈൻഡിങ് സൈറ്റ് എവിടെയാണ് ലിഗാൻഡ് വന്ന് അല്ലെങ്കിൽ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ യൂഷ്വലി റിലേസ് ഓൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺകേവ് സർഫസ് ഓൺ ദ പ്രോട്ടീൻ that can accommodate drug-sized molecule that also possess appropriate hydrophobic surface, hydrogen binding site that drive ligand binding. അപ്പോൾ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കുഴിവുകൾ, കോൺകേവിറ്റീസ് എവിടെയൊക്കെയാണ് ഈ ടാർഗറ്റ് മോളിക്യൂൾസിലുള്ളത്, അവിടെ ഹൈഡ്രോഫിലിക്, ഹൈഡ്രജൻ ബോണ്ടിങ് സൈറ്റുകൾ, ഇൻട്രാക്ഷൻസിനൊക്കെ പോസിബിളായിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ഫെസിലിറ്റീസ് ഉള്ള സൈറ്റുകളാണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ടാർഗറ്റിൽ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള സൈറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അനലൈസ് സ്ട്രക്ചർ ഫോർ പൊട്ടൻഷ്യൽ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ്. നമ്മൾ അത് ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞത് തന്നെ. നെക്സ്റ്റ് ഈസ് ലീഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മോളിക്കുലർ ഡോക്കിംഗ്. ലീഡ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ലീഡ് ഡ്രഗിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിന് ആൻഡ് മോളിക്കുലർ ഡോക്കിംഗ്. മോളിക്കുലർ ഡോക്കിംഗ് ഈസ് ദ ഇൻ സിലിക്കോ മെത്തേഡ് വിച്ച് predict the placement of small molecules or ligand within the active site of their target protein or receptor. മോളിക്കുലർ ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഗാൻഡ് അല്ലെങ്കിൽ ഡ്രഗിനെ ടാർഗറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് പ്ലേസ് ചെയ്ത് അത് കറക്റ്റായിട്ട് അത് ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ്സിനെയാണ് നമ്മൾ മോളിക്കുലർ ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ മോളിക്യൂളായിട്ടുള്ള ഡ്രഗ് അത് ഈ നമ്മൾ കണ്ടുപിടിച്ച ബൈൻഡിങ് സൈറ്റിലേക്ക്, ടാർഗറ്റിൻ്റെ ബൈൻഡിങ് സൈറ്റിലേക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മോളിക്കുലർ ഡോക്കിംഗ്. അപ്പോൾ ലീഡിനെ നമ്മളൊരു ഡ്രഗ് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഡ്രഗിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് മോളിക്കുലർ ഡോക്കിംഗ് വഴി കറക്റ്റായിട്ട് ടാർഗറ്റുമായിട്ട് ബൈൻഡിങ് ആണോ എന്ന് കണ്ടുപിടിച്ച്. ബൈൻഡിങ് ആണെങ്കിൽ ആ ഡ്രഗിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഈ ഡ്രഗ് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഡിസീസ്ഡ് കണ്ടീഷൻ അതിനൊരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, അതിനെ എന്നിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. എന്തെങ്കിലും ബൈൻഡിങ് കേപ്പബിലിറ്റിയിൽ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് വഴി ആ ബൈൻഡിങ് കേപ്പബിലിറ്റി അതിന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് നോക്കുക. ക്ലിനിക്കൽ ട്രയൽസ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രഗ് എഫക്റ്റീവാണോ, നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മോളിക്യൂൾസിൽ ബൈൻഡ് ചെയ്യുന്നുണ്ടോ, അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്ട്സ് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ, ഈ ഡ്രഗ് കഴിക്കുന്നത് മൂലം തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഡ്രഗ് ഡിസൈനിങ്ങിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ടാർഗറ്റുമായിട്ട് ടാർഗറ്റിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക,
പിന്നെ ടാർഗറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ലീഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഡ്രഗിനെ നമ്മൾ വെർച്വൽ സ്ക്രീനിങ് വഴിയോ ഡിനോവോ ഡിസൈൻ വഴിയോ ഒപ്റ്റിമൈസേഷൻ വഴിയോ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലീഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മോളിക്കുലർ ഡോക്കിങ് നോക്കുക, പിന്നെ ലീഡിനെ വാലിഡേറ്റ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, ക്ലിനിക്കൽ ട്രയൽ നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രഗ് ഡിസൈനിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.